മറിയമൊരു കീർത്തനം, മറിയമൊരു കീർത്തനം. തിരുവേദിയിൽ ബലിയേകിടാം, തിരുവേദിയിൽ ബലിയേകിടാം, ബലിയർപ്പകരായണയാം. തിരുവേദിയിൽ ബലിയേകിടാം, തിരുവേദിയിൽ ബലിയേകിടാം, ബലിയർപ്പകരായണയാം. അണയോ ദൈവജനമേ, അൾത്താര സ്നേഹവിരുന്നിൽ. അണയോ ദൈവജനമേ, അൾത്താര സ്നേഹവിരുന്നിൽ. തിരുവേദിയിൽ ബലിയേകിടാം, തിരുവേദിയിൽ ബലിയേകിടാം, ബലിയർപ്പകരായണയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തിരുസഭ മാതാവ് ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. 10-ാം പീയൂസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ രത്നച്ചുരുക്കമായിട്ട് തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലാണ്. എല്ലാ ഭവനങ്ങളിലും തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയുടെ അനന്തമായ സ്നേഹത്തെ തിരിച്ചറിയുവാനും ആ സ്നേഹത്തിൽ വളരുവാൻ വേണ്ടിയാണ് ഹൃദയത്തിന് മുമ്പിൽ നമ്മുടെ കുടുംബത്തേക്ക് സമർപ്പിക്കുന്നത്. ഈശോയുടെ ഹൃദയം തുറവിയുള്ളതാണ്. എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും സ്വീകരിക്കുന്ന ഹൃദയമുള്ള ഈശോ. അതുകൊണ്ട് ഹൃദയമുള്ളവരുടെ തിരുനാളാണ് തിരുഹൃദയ തിരുനാൾ. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഒരു ചിന്തയും നമുക്ക് നൽകുന്നുണ്ട്. നാം എത്രമാത്രം മറ്റുള്ളവരെയൊക്കെ പരിഗണിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് നടക്കുന്ന ജീവിതമാണ് ഇന്ന് ലോകത്ത് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെക്കാൾ ഉപരി താൻ വളരണം, തൻ്റെ ഇഷ്ടം ഒക്കെ മതിയെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവർ, മറ്റുള്ളവരെയൊക്കെ അവഗണിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരു ലോകമാണ് ഇന്നുള്ളത്. അതുകൊണ്ടാണ് യുദ്ധവുമൊക്കെ കടന്നു വരുന്നത്. താൻ മാത്രം ജീവിച്ചാൽ മതി, തൻ്റെ പരിധിയിലെല്ലാം ഉൾക്കൊള്ളണമെന്ന മനോഭാവത്തിൽ നിന്ന് ലോകം പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് തിരുഹൃദയത്തിൻ്റെ ഭക്തി
നമ്മൾ പ്രസിദ്ധമായിട്ട് കാണേണ്ടത് ഈശോയുടെ തിരുഹൃദയം പോലെയുള്ളവരായി തീരുവാൻ നമ്മൾ പ്രാർത്ഥനയുണ്ട്. ഈശോയുടെ അങ്ങയുടെ തിരുഹൃദയം എൻ്റെ ഹൃദയത്തെ മാറ്റണമെന്ന പ്രാർത്ഥന നമ്മൾ നടത്താറുണ്ട്. ഈ ഒരു ചൈതന്യമുള്ള ഹൃദയം നമ്മളിൽ അവിടുന്ന് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ബലി നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. ഈ ബലിയർപ്പണം യോഗ്യതയോടെ അർപ്പിക്കാൻ വന്നുപോയിട്ടുള്ള പാപങ്ങൾ ഓർത്തനുദപിച്ച് മാപ്പപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രൻ്റെ ഹൃദയത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൻ്റെ വിസ്മരണീയമായ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്ന ഞങ്ങൾ ആ സ്വർഗീയ നീരുറവയിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കുവാൻ അർഹരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറ് നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിലെ മലകളിലും നീരുറവകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലാ ഇടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും. നല്ല പുൽത്തകിടിയിൽ ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിലെ ഉയർന്ന മലനിരകൾക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ, അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിടിയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല.
എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിവാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്തിൽ നീതിമൽക്കരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടെങ്കിൽ രമ്യതപ്പെട്ടതിനു ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അല്ലെലൂയ, അല്ലെലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അല്ലെലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങ് ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പരിശുദ്ധരോടും നിയമജ്ഞരോടും ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരരെ, നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമെല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമറിയുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലിഖിതമനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലെ ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തെ ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ അവിടുന്ന് മഹത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും
പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടണോ സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകമായി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷന്മാർക്കും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് പരമേൽപ്പിച്ച് ജനത്തിനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതു നന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായിട്ട് ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ഈശോയുടെ മുമ്പിൽ അവിടെ തിരുഹൃദയത്തിൽ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളായി യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പൊൻവിളക്കായി തിരുമുൻപിൽ കാഴ്ചയേകാം ഞാൻ, വിളവിൻ്റെ നാഥ വെളിച്ചമേകണേ. പൊൻവിളക്കായി തിരുമുൻപിൽ കാഴ്ചയേകാം ഞാൻ, വിളവിൻ്റെ നാഥ വെളിച്ചമേകണേ. നിന്നിഷ്ടമിന്നിൽ നിറവേറിടാനാ, നിന്നിഷ്ടമെല്ലാം കാഴ്ചയായി ഞാൻ സമർപ്പിക്കുന്നു. നിന്നിഷ്ടമിന്നിൽ നിറവേറിടാനാ, ഇന്നിഷ്ടമെല്ലാം കാഴ്ചയായി ഞാൻ സമർപ്പിക്കുന്നു. പൊൻവിളക്കായി തിരുമുൻപിൽ കാഴ്ചയേകാം ഞാൻ, വിളവിൻ്റെ നാഥ വെളിച്ചമേകണേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ പ്രിയപുത്രൻ്റെ ഹൃദയത്തിൽ അവാജ്യമായ സ്നേഹം കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവുമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കുരിശിൽ ഉയർത്തപ്പെട്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ടി വിസ്മരണീയമായ സ്നേഹത്താൽ തന്നെ നൽകുകയും സഭയുടെ കുദാശകൾ നിർഗളിക്കുന്ന കുത്തിത്തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ചോരയും നീരും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകൻ്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട്
രക്ഷയുടെ ആ നീരുറവയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവ്വം നിരന്തരം പാനം ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ വിശുദ്ധരോടും മാലാഹമാരോടും കൂടെ അവിരാമം ഞങ്ങൾ അങ്ങേ പ്രകീർത്തിച്ച് പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്ന അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങേക്ക് ഉള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്ടതയോ മാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥതയാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുകയിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് മെത്രാനോടും മെത്രാൻ പതിയുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്ത അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും
അങ്ങയെ പ്രീതിപ്പെടുത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപുറം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിനു മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ശരീരരക്തങ്ങളുടെ സ്വീകരണം എനിക്ക് വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ എനിക്ക് മനസ്സിനും ശരീര സംരക്ഷണവും സ്വീകാര്യമായ ഔഷധമായി പെരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നിത്യജീവിതത്തിനായിട്ട് സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെ കുദാശ ഞങ്ങളെ ദിവ്യസ്നേഹത്താൽ തീക്ഷ്ണമുള്ളവരാക്കട്ടെ. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരങ്ങളിൽ അവിടുത്തെ ദർശിക്കുവാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശ്വാസം സ്വീകരിക്കുക. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക്
നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടെ നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകാനും സൽപ്രവൃത്തികളിൽ വ്യാപൃതരായി ഈ ലോകജീവിതം നയിക്കുവാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറിയമേ എന്നാളും സ്തുതിക്കുന്നേ, നീ തന്നത് കനിവിൻ നിറകൂടം ഞങ്ങൾക്കാ. അമ്മേ വണങ്ങിടാം ആത്മീയ സ്തുതിയുമാ ഭൂമിതലം മെഴുകുതിരിയുമാ നിന്നിതാ. നന്ദി ചൊല്ലിടാം ദൈവജനനീ കന്യാമറിയമേ എന്നാളും സ്തുതിക്കുന്നേ, നീ തന്നത് കനിവിൻ നിറകൂടം ഞങ്ങൾക്കാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയ പ്രാർത്ഥന ജപമാലയാണ്. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാനുണ്ടാകും. എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും ഏറ്റവും ആദ്യം അമ്മയുടെ ജപമാല എടുക്കും. ജപമാല കൈ പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന പോലെയാണ് കുഞ്ഞുനാൾ മുതലേ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് ഒരു ജപമാല മലയാളത്തിൽ പങ്കുവെച്ച് തുടങ്ങിയ ഈ ഒരു മിഷൻ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ മുന്നുള്ള വീഡിയോകളിലൊക്കെ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. പരിശുദ്ധ അമ്മ എൻ്റെയും കൂടി അമ്മയാണ്. പരിശുദ്ധ അമ്മയെ നോക്കി അമ്മയെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായി വ്യക്തമായ ഒരു കാരണമുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാരണം. ഓർമ്മ വെച്ച നാളെ മുതൽ പരിശുദ്ധ അമ്മയെ ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് കരുതിയിട്ടുള്ളത്. എൻ്റെ എല്ലാമാണ് പരിശുദ്ധ അമ്മ. അമ്മയെക്കുറിച്ച് എനിക്ക് ഒരിക്കൽ പോലും ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയ ഞാൻ അപ്പോൾ കരയും. ഇതേപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോഴും. എനിക്ക് പറഞ്ഞറിയിക്കാനും അറിയില്ല. ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ, എൻ്റെ കുഞ്ഞീശോയെ, എൻ്റെ അപ്പയെ, വിശുദ്ധ ഔസേപ്പെന്ന് നിങ്ങളെല്ലാവരും വിളിക്കുന്ന എൻ്റെ അപ്പയെ എത്രത്തോളം അവരെ സ്നേഹിച്ചു എന്ന് എനിക്കറിയില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ എല്ലാമാണ് എൻ്റെ ഈശോ, എൻ്റെ പരിശുദ്ധ അമ്മ, എൻ്റെ അപ്പ. ഇവരുടെ കൂടെയാണ് ഞാൻ വളർന്നത്. ഇവരുടെ കൂടെ എനിക്കൊരുപാട് വിശുദ്ധരുമായ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഡൊമിനിക് സാവിയോയും മരിയ കുരേറ്റിയും കൊച്ചു ത്രേസ്യ പുണ്യവതിയും ഒക്കെ ഇനിയുണ്ട്. ഒരുപാട് പേര് ഇനിയുണ്ട്. പിന്നെ പ്രായം വളരുന്നതനുസരിച്ച് വലിയ വിശുദ്ധരും കൂടെ വന്നു. സെൻറ്റ് അഗസ്റ്റിനും അതുപോലെ സെയിൻറ്റ് ആൻ്റണിയും സെയിൻറ്റ് തോമസ് മോറും അങ്ങനെ പേര് പറഞ്ഞാൽ തീരാത്തത്രയും വിശുദ്ധർ. ബ്ലെസ്ഡ് കാർലോസ് അക്യൂട്ടിസ് അടക്കം
സാൻഡോ എന്ന് പറയുന്ന മിഷനെ നിങ്ങളെന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് ബ്ലസ്ഡ് കാർലോസ് അക്യൂട്ടിസ് എന്ന കുട്ടി വിശുദ്ധനും കൂടിയാണ്. ഇങ്ങനെ ചേർത്ത് വെച്ച് പറയാൻ ഒത്തിരി കഥകളുണ്ട് സാൻഡോ മിഷൻ്റെ യാത്രയിൽ. കണ്ണുനീര് തുടക്കാതെ തന്നെ ഇത് ഞാൻ പറയുകയാണ്. എനിക്ക് പേടിയാണ്, എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്, എനിക്കറിയില്ല ഇതൊന്നും പറയാൻ. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. കാരണം എൻ്റെ ശ്വാസം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ലോകത്തോട് പങ്കുവയ്ക്കാൻ എൻ്റെ ജീവിതത്തിലെ ഈശോ ആരായിരുന്നു എന്ന്, പരിശുദ്ധ കുർബാന എന്തായിരുന്നു എന്ന്, പരിശുദ്ധ ജപമാല എന്തായിരുന്നു എന്ന് എനിക്ക് ലോകത്തോട് പറയണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. മനസ്സിൽ അമ്മ കുഞ്ഞുനാൾ മുതലേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ 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 പേജുകളായിട്ട് എഴുതി വെച്ചാൽ പോലും ഒത്തിരി ഉണ്ട് പറയാൻ. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ലോകത്തോട് പങ്കുവയ്ക്കണം. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പലർക്കും ഉണ്ടാവും ഇതുപോലെ ഓർമ്മകൾ. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, കുഞ്ഞീശോയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച്, വ്യക്തിപരമായ ഒരു ദൈവ അനുഭവമുള്ളവർക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കഥയുണ്ടാകും ലോകത്തോട് പറയാൻ. നമ്മളിനി എന്തിനാണ് ഭയക്കുന്നത്? നമ്മൾ പങ്കുവയ്ക്കാൻ ധൈര്യപ്പെടണം എന്ന് തന്നെയാണ് പരിശുദ്ധ അമ്മ ഓരോ പ്രാർത്ഥനയിലും ഓരോ സ്വപ്നത്തിലൂടെയും അമ്മ അതുതന്നെയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്നെയും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ധൈര്യം ആർജിക്കുകയാണ് സംസാരിക്കാനായിട്ട്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല, എങ്ങനെ പറയണമെന്നറിയില്ല. പറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ വിതുമ്പിപ്പോവും, കരഞ്ഞു പോവും. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു മുതിർന്ന ഒരാൾ, 41 വയസ്സുകാരനായ ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ കരയുക എന്ന് പറഞ്ഞാൽ എന്ത് മോശമാണ് എന്നൊക്കെ തോന്നുക. ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ജീവിതത്തിൽ വളരെ പേഴ്സണലാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അനുഭവിച്ച ഈ ദൈവാനുഭവത്തെ, ഏറ്റവും നിഷ്കളങ്കമായ ദൈവാനുഭവത്തെ ലോകത്തേക്ക് പങ്കുവയ്ക്കാനായിട്ടാണ് സാൻഡോ കാത്തലിക് മിഷനിലൂടെ ഞാൻ ഒരുങ്ങിയത്. അതെനിക്ക് ജപമാലയിലൂടെ ആയിരുന്നു എനിക്ക് ലോകത്തോട് പങ്കുവയ്ക്കാനുള്ളത്. 50ഓളം ഭാഷകളിൽ ജപമാലകൾ പങ്കുവയ്ക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകത്തെ മുഴുവൻ ജപമാല ചൊല്ലിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മലയാളത്തിൽ ഒരു ജപമാല മാത്രം പങ്കുവെച്ച് തുടങ്ങിയ ഈ മിഷൻ ഇന്ന് 12ഓളം ഭാഷകളിലായിട്ട് 10,000-ലധികം ജപമാലകൾ പങ്കുവെച്ച് കഴിഞ്ഞു. ഏകദേശം 60 മില്യൺ, അതായത് 6 കോടിയിലധികം ജപമാലകൾ ലോകം ചൊല്ലാനായിട്ടിടയായ ഒരു ചെറിയ മിഷനാണ് സാൻഡോ. ഒരു ഫേസ്ബുക്ക് പേജോ ഒരു ഷെയറിങ്ങോ ഒരു മാർക്കറ്റിങ്ങോ ഒന്നുമില്ലാതെ പരിശുദ്ധം ഒരു വലിയ ദൗത്യത്തിന് വിട്ട ഒരു ചെറിയ കുട്ടിയാണ് ഞാൻ. ഇങ്ങനെ പറയാനായിട്ട് ഒരുപാടുണ്ട് എനിക്ക്, പക്ഷേ ധൈര്യം വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ ധൈര്യം ആർജിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും സാൻഡോ മിഷനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും സാൻഡോ മിഷന് വേണ്ടി ഒരു ദിവസം നിങ്ങൾ സമർപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് നിരവധി ആളുകൾ നിരവധി ഭാഷകളിൽ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന സാൻഡോ മിഷൻ ഒരുങ്ങി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 60 മാസങ്ങളായിട്ടുള്ള അധ്വാനമാണ്. 30-ലധികം വർഷങ്ങളായിട്ടുള്ള എൻ്റെ സ്വപ്നമാണ് സാൻഡോയിലൂടെ ഞാൻ പൂർത്തീകരിക്കാനായിട്ട് അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലോകം മുഴുവൻ സകല സൃഷ്ടിജാലങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുന്നൊരു മാധ്യമം. ഏതൊക്കെ ഭാഷയുണ്ടോ ആ ഭാഷയിലൊക്കെ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുന്നൊരു മാധ്യമം ഒരുക്കിയെടുക്കുക. ഈ ഒരു വലിയ സ്വപ്നമാണ് സാൻഡോ മിഷനിലൂടെ പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് കത്തോലിക്ക പ്രാർത്ഥന ആപ്പിലൂടെ നിരവധി ഭാഷകളിൽ പ്രാർത്ഥനകൾ ഇപ്പോഴേ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ നമുക്ക് ലൈവ് ശുശ്രൂഷകൾ കൊണ്ടുവരാനുണ്ട്, ധ്യാനങ്ങൾ കൊണ്ടുവരാനുണ്ട്, കൂടുതൽ ഗാനങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും അതിനൊരുങ്ങിയിട്ടിരിക്കുന്നു. അതിൻ്റെ മനോഹരമായൊരു ഒരു യൂസർ എക്സ്പീരിയൻസ് ഒരുക്കിയെടുക്കാനുണ്ട്. അതൊരുക്കിയെടുക്കുന്നതിൻ്റെ പരിശ്രമത്തിലാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ വലിയൊരു ടെക്നിക്കൽ ടീമിനെ, അതുപോലെ തന്നെ
ഒരു മീഡിയ ടീമിനെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്വം കൂടിയാണ്. ദയവേത് ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ സാൻഡോക്ക് ആപ്പിലേക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടോ നിങ്ങളാൽ ആവും വിധം ഒരു ചെറിയ സപ്പോർട്ട് ഈ ഒരു മിഷന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ, ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടറായിട്ടുള്ള ഷാജി തുമ്പേച്ചരടച്ചൻ പറയുന്നത് പോലെ അതൊരു വലിയ കൈത്താങ്ങാണ്. സാൻഡോയ്ക്ക് ഇന്ന് അങ്ങനെ ഒരു കൈത്താങ് ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ യാത്ര പലവിധമുണ്ട്, ഇനിയും ഒരുപാടധികം ഒരുങ്ങേണ്ടിയിരിക്കും. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ ഒരു ചെറിയ മിഷനെ കൂടി ഓർമ്മിക്കണമെന്ന് അപേക്ഷിക്കും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മയുടെ സ്നേഹം ലോകം മുഴുവൻ പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെൻ്റെ ഹൃദയത്തിൽ മാത്രമുള്ളതല്ല, എന്നെ കേൾക്കുന്ന ഓരോരുത്തരിലുമുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഉള്ള കഥകൾ ലോകത്തിന് മുമ്പിലേക്ക് പങ്കുവയ്ക്കാനായിട്ട്, ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ വിവിധ ഭാഷകളിൽ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരിടം കൂടിയാക്കി എടുക്കാനാണ് സാൻഡോ മിഷനിൽ ടെസ്റ്റിമോണി സീരീസ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്നത്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. എൻ്റെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, നേരിട്ട് എന്നോട് സംസാരിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം, ധൈര്യപ്പെടുത്താം. ഈ ഒരു വലിയ ജേണിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെച്ച് തുടങ്ങുക. ഞങ്ങളുടെ ഈ ഒരു ചെറിയ മിഷനെ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും നേരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.